എക്സ്ക്യൂസ് മീ. മാഡം കാർഡ് വർക്ക് ആവുന്നില്ല. ഇത് നോക്കൂ. ആ, ശരി. ഇതിന് ഡിക്ലൈനാ. ആ താങ്ക് യു. ഓക്കെ മാഡം. അയ്യോ മാഡം 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 ഇതാ മാഡത്തിൻ്റെ. അവരിത് മറന്നു വെച്ചോ. ഏതാ ബ്രോ, ഇതൊന്ന് കൊടുക്കുമോ? അതിനെന്താ, ഞാൻ കൊടുക്കല. ഈ മലയാളികൾ എവിടെ ചെന്നാലും പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുക എന്നുള്ളത് നിർബന്ധമാണോ? തന്നെ ചായ കുടിക്കൂ. ഈ മറ്റൊരാളെ എഴുത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് ശരിയല്ലേ? ഇതെനിക്കുള്ള എഴുത്താണ് സാർ. ഓ, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആ, തന്നെ ഇരിക്കും. അല്ലടോ, അവള് പിന്നെ എന്തിനാ തന്നെ അടിച്ചേ? എടോ, അവള് തന്നെ കാമുകയാണല്ലോ. ഏ ഞാൻ അറിയാൻ പാടില്ല എന്നോട് ചോദിക്കുക. താൻ നാടും വീടെല്ലാം വിട്ട് കത്തലിക്ക് വന്നത് പണിയെടുക്കാനല്ലേ? ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് നാടും വീടൊക്കെ വിട്ട് ഖത്തറിലേക്ക് വന്നത്. ഓ, ലവ് ഈസ് ഓൾ അബൌട്ട് സാക്രിഫൈസ്. യോ മാൻ, ഈ CIA ഫിലിമിൽ നമ്മുടെ ദുൽഖർ അമേരിക്കയിൽ പോയില്ലേ, അതേപോലെയാണോ തൻ്റെ കഥ? ഒരു ഖത്തർ ദുൽഖർ. കൊള്ളാം. എടോ, അവളേക്കും വേറെ കല്യാണം കഴിച്ച് കാണും. താനോ? അപ്പോൾ അവള് നൈസായിട്ട് തന്നെ തേച്ചു അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി. അത് അവളങ്ങനല്ല. പിന്നെ താൻ പറ. തനിക്ക് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യും. തൻ്റെ ഈ കഥ കേൾക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ബൈ ദ വേ, ഞാനിവിടെ ഹമദിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് എഴുതുന്നൊരു സ്വഭാവമുണ്ട്. ചിലപ്പോൾ തൻ്റെ ഈ കഥയിൽ എനിക്ക് പറ്റിയ വലുതുണ്ടെങ്കിൽ അതൊരു കാര്യവും. പിന്നെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തനിക്കൊരു ആശ്വാസമാവും. എപ്പോഴും എങ്ങനെയാണ് അവളുടെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ലോകത്ത് ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു അവൾ. അവളെന്നെ ആദ്യമായിട്ട് നോക്കിയ നോട്ടം എപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. എന്തൊരു ക്ലീശയാണ്. എല്ലാ പ്രണയങ്ങളും ക്ലീശയല്ലേ, കാരണം അതിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവാത്തൊരു സന്തോഷം അതിലുണ്ട്. ഓ, സോറി. യു കണ്ടിന്യൂ പ്ലീസ്. 1-2 വർഷമല്ല, ഞങ്ങൾ 5 വർഷം പ്രണയിച്ചു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പരസ്പരം ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എപ്പോഴോ പരസ്പരം മനസ്സിലാക്കി. അവളൊരു പാവമായിരുന്നു. അവളുടെ ആദ്യത്തെ പ്രണയം എൻ്റെ അല്ല കേട്ടോ. എനിക്ക് മുമ്പും പലരോടും ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രണയം എന്താണെന്ന് അവൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഡോ, ഇത്ര സീരിയസ് ആണെങ്കിൽ തന്നെ കല്യാണം കഴിക്കാറില്ലേ? എൻ്റെ തെറ്റാ, എല്ലാം എൻ്റെ തെറ്റാ. ആദ്യേക്കാളും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു. പിന്നീട് ഓരോ തവണ അവൾ മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും എനിക്ക് ശല്യമായിട്ട് തോന്നിയത്. എവിടെയാ, എന്താ പണി, ഫുഡ് കഴിച്ചു? ആ സമയത്ത് അവൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നല്ല എനിക്ക് ഫീൽ ചെയ്തത്. അവൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നെന്ന്. അതിനുവേണ്ടി അവളെ ചീത്ത പറയും, തല്ലും കൂടും. എന്നാലും അവൾ വീണ്ടും വരും, എന്നോട് പിണങ്ങല്ലേ എന്ന് പറഞ്ഞ്. എൻ്റെ ജോലി
സാമ്പത്തിക ബുദ്ധിമുട്ടും മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ അവളെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. സർ, ഒരു പെണ്ണ് ഇത്രയും അപമാനം സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ എന്തോരം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഓരോ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് അവളുടെ മെസ്സേജ് കണ്ടിട്ടാണ്. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നിരുന്നു. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ ആരും ഇല്ലല്ലോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാവുന്നത്. ഒരാൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ അയാളുടെ വില നമുക്ക് മനസ്സിലാവില്ല. അയാൾ നഷ്ടപ്പെടണം. ആ ശൂന്യതയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. ആ വേദന നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ആ ഓർമ്മ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇരിക്കാനും നടക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒന്നിനും വയ്യാതെ. സ്നേഹിക്കാൻ കിട്ടിയപ്പോൾ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധം. ചിലപ്പോൾ എല്ലാം അവസാനിപ്പിക്കാനും തോന്നും. അവളില്ലാതെ ഞാനില്ലാന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും ഇപ്പോഴും രാവിലെ എണീക്കുമ്പോൾ അവളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. വെറുതെ തോന്നും. അവൾക്കൊരുപാട് ഇഷ്ടമുള്ളതാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റ് ഇടയ്ക്ക് കയറുമ്പോൾ ഈ മിഠായി കാണും. ചിലപ്പോൾ അവളെ ഓർമ്മ വരും. അറിയാതെ കണ്ണു നിറയും. സാർ, ഈ ദൈവം ശപിച്ചവനെ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കിയാൽ മതി. ഈ ജന്മത്തിൽ എനിക്ക് ലഭിച്ചത് വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു അവൾ. എനിക്കത് മനസ്സിലാവാൻ അവൾ നഷ്ടപ്പെടേണ്ടി വന്നു. ഡോ, നിങ്ങൾക്ക് പണ്ടത്തെ പോലെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ പറഞ്ഞ പോരെ? ഈ ഒരു കാത്തിരിപ്പ്, കത്ത് കൈമാറൽ, ഇതൊക്കെ എന്തിനാ? അവളെഴുതുന്ന കത്തുകളിൽ അവളെ കണ്ണീരുണ്ടാവും, സന്തോഷമുണ്ടാവും, ചിരിയുണ്ടാവും. എനിക്കത് മനസ്സിലാവും. അതൊന്നും ഈ വാട്സപ്പ് ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും കിട്ടില്ല. അത് മാത്രമല്ല, ഇതാകുമ്പോൾ കത്ത് ചെയ്യണതിന് എളുപ്പമാണല്ലോ. ഈസ് ഇറ്റ് എ സിമിംഗ്ലി ഇൻഡസെന്റ് ക്രിമിനൽ മൈൻഡ്? ഡോ, വാടോ, താൻ വാ. താൻ സ്മോക്ക് ചെയ്യൂ. അത് ലവ് ലെറ്റർ ഒന്നുമല്ല സാർ. കഴിഞ്ഞ കുറേ ദിവസത്തെ അവളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എഴുതി വെക്കും. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവളെനിക്ക് കൈമാറും. എടോ, വിട്ടുപോരെ ഓർത്ത് ഉരുകി തീരാനുള്ളതാണോ നമ്മളേക്കും ജീവിതം? ഓ മാൻ, കം. പറയാൻ എളുപ്പമാണ്. സാറിനറിയോ, ഒരാൾ നമ്മളെ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് പെട്ടെന്ന് അവർ നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോൾ, അവർ നമ്മുടെ കൂടെ ഇല്ലെന്നറിയുമ്പോൾ പ്രാണം പോകുന്നൊരു വേദനയുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, ഒരു പ്രണയം നഷ്ടപ്പെടുമ്പം നമ്മൾ അനുഭവിക്കുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, പ്രണയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഭാവം അതാണ്. അതനുഭവിക്കുമ്പോൾ നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങും. ഹൃദയം താഴിട്ട് പൂട്ടി ഓർമ്മകളെ അടച്ചു വെക്കും. നമ്മളെല്ലാവരോടും ഹോണസ്റ്റ് ആവും. ശരിക്കും നമ്മൾ നല്ലൊരു മനുഷ്യനാവും. അത് ശരി. അപ്പോൾ എല്ലാവരുടെയും പ്രണയം പൊട്ടട്ടെ എന്നാണോ താൻ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. സി, നമുക്ക് ചുറ്റും സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യജന്മങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ണുറന്ന് കാണണം. അതൊക്കെയാണ് ജീവിതം. കൊള്ളാടോ, ഈ ഉള്ളിൽ തട്ടിയുള്ള പ്രണയം ഇക്കാലത്തുണ്ടല്ലോ. ഒരാളെ അൺകണ്ടീഷനായി സ്നേഹിക്കാൻ
ഒരു നല്ല മനസ്സ് വേണം. തനിക്കതുണ്ട്. ഇതിൽ എനിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എനിവേ ഗുഡ്. അപ്പം ഇനി എന്താ പരിപാടി? അറിയില്ല. അവൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷം കൊണ്ടാ പോയി. ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ശരി. അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാറോ? ഓക്കെ, സെയിം. ഡോ, അഞ്ജലി തിരിച്ചു വരുമെന്ന് താനിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? യഥാർത്ഥ പ്രണയത്തിൻ്റെ പ്രതീകങ്ങളായി അഫ്സലും അഞ്ജലിയും ഇന്നും നിർത്താതെ പ്രണയിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ അഞ്ജലി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ അഫ്സലിൻ്റെ കാത്തിരിപ്പ് ഇന്നും തുടരുന്നു.